ഫ്രണ്ട്സ് എല്ലാവർക്കും മഴ തോരും മുൻപേടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടമാണെന്ന് വെച്ചൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ കാണിക്കുന്ന നമ്മുടെ ഹോസ്പിറ്റലാണ് കേട്ടോ. ബാലേന്ദ്രൻ അലീനേനെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നിട്ടുണ്ട്. അപ്പോൾ അലീനേനെ ചികിത്സിച്ച ഡോക്ടർ പറയാണ് കേട്ടോ, നിങ്ങളുടെയൊക്കെ പെരുമാറ്റം കണ്ടപ്പോൾ ഈ കുട്ടി നിങ്ങളുടെ സെർവൻ്റ് ആണെന്ന് തോന്നുകയും ചെയ്തില്ല. ഒരു റിലേറ്റീവിനോട് പെരുമാറുന്നത് പോലെ ആയിരുന്നു നിങ്ങളും നിങ്ങളുടെ റിലേറ്റീവ്സൊക്കെ അലീനയോട് പെരുമാറിയതെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അത് അലീന തിരിച്ചു ഞങ്ങളോട് അങ്ങനെ തന്നെയാണ്. അവൾ സ്വന്തം പോലെ തന്നെയാണ് കണ്ട് പെരുമാറിയിരുന്നത്. അതുകൊണ്ടാണ് ഒരു ഗീവ് ആൻഡ് ടേക്ക് പോളിസി പോലെയാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഡോക്ടർ പറയുന്നുണ്ട് എന്നാൽ ശരി എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ ഡിസ്ചാർജ് ആക്കി പോകുന്നുണ്ട് കേട്ടോ. ബാലേന്ദ്രൻ പറയുന്നുണ്ട് എന്നാൽ ശരി ഞാൻ പോയി ബില്ല് അടിച്ചിട്ട് വരാമെന്ന് പറയുന്നു കേട്ടോ. എന്നിട്ട് പോകുന്ന ബാലേന്ദ്രനെ അലീന തിരിച്ച് വിളിക്കുന്നുണ്ട് കേട്ടോ. സാറേ എൻ്റെ കയ്യിലും കൂടി കുറച്ച് പൈസ ഉണ്ട് പറഞ്ഞിട്ട് രേവതിക്കുട്ടി മാമച്ചനും ഗ്രേസമാൻ്റെയും തന്ന പൈസ അലീന കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് ഇത്രയും പൈസ എവിടെ നിന്നാന്ന് ചോദിക്കുമ്പോൾ അത് രേവതിക്കുട്ടി വന്നപ്പോൾ തന്നതാണെന്ന് പറയുന്നു കേട്ടോ. ഇത്രയും അത് ഗ്രേസമാൻ്റെയും മാമച്ചനങ്ങളും കൂടി തന്നതാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ, ഇത് കയ്യിൽ വെച്ചலாம், ഇത് നിനക്ക് അവർ സ്നേഹത്തോടെ തന്നതല്ലേ, അത് നീ കയ്യിൽ വെച്ചலாம், നിനക്ക് ആവശ്യം വരും. പിന്നെ ഈ ബില്ലടയ്ക്കേണ്ട കടമ അതെൻ്റെയാണ്, അത് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ബില്ലടയ്ക്കാൻ പോകുന്നുണ്ട് കേട്ടോ. പിന്നെ തിരിച്ച് വരുന്നുണ്ട്, ബില്ലടയ്ക്കാൻ പോകുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ ഹരീനെയും രോഹിത്തിനെയാണ് കേട്ടോ. ഹരി രോഹിത്തിനെ കാത്തിട്ട് ഇങ്ങനെ ഒരു സ്ഥലത്ത് വെയിറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ രോഹിത്ത് പെട്ടെന്ന് വന്നിട്ട് ബൈക്കൊക്കെ നിർത്തി വേഗം വന്നിട്ട് ഹരിയുടെ അടുത്ത് വന്ന് നിന്നിട്ട് ഹരിയുടെ മുഖത്തൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അവിടെയൊക്കെ മനു തല്ലിയ പാടുകളുണ്ട് കേട്ടോ. അപ്പോൾ രോഹിത്ത് പറയുന്നുണ്ട് എന്താ ഇതൊക്കെയെന്ന് പറഞ്ഞപ്പോൾ ഹരി പറയുന്നുണ്ട് ഞാൻ ഇന്നലെ നിന്നോട് പറഞ്ഞതല്ലേ, അപ്പോൾ നിനക്ക് വിശ്വാസമായില്ലല്ലോ, എന്നാലും മനുവേട്ടൻ ഇങ്ങനെയൊക്കെ നിന്നെ തല്ലോ, സ്വന്തം അനിയനല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സ്വന്തം അനിയൻ, മനുവേട്ടനെ എല്ലാം മനസ്സിലായിടാ, അവൾ മനുവേട്ടനോട് എല്ലാം പറഞ്ഞു എന്ന് പറയുന്നു കേട്ടോ. അപ്പോൾ രോഹിത്തിന് പേടിയായിട്ടോ എല്ലാം പറഞ്ഞു, കുതിര വന്ന് തല്ലി എന്നെയെന്ന് പറയുന്നു കേട്ടോ. ആ ബഹളം കേട്ട് അമ്മയും വന്നു, അമ്മയൊക്കെ അറിഞ്ഞു എന്ന് പറയുന്നു കേട്ടോ. അപ്പോൾ രോഹിത്ത് പറയുക കമലാൻ്റി ഒക്കെ അറിഞ്ഞു, തീർന്നു, ഇനി അപ്പോൾ കൊല്ലപ്പള്ളി വീട്ടിലേക്ക് എനിക്ക് കയറണ്ട, എല്ലാം അറിഞ്ഞു, നാണക്കേടായി, ഈ പെണ്ണ് എന്തിനെങ്ങനെ ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നല്ല ദേഷ്യം വരുന്നുണ്ട് രോഹിത്തിന് കേട്ടോ. എന്നിട്ട് ഹരിനോട് പറയുന്നുണ്ട് എടാ കമലാൻ്റിൻ്റെ ആരോടെങ്കിലും പറയുമെന്നൊക്കെ പറയുന്നു കേട്ടോ. ഇല്ല അമ്മ ആരോടും പറയില്ല, അമ്മോട് ഞാൻ കരഞ്ഞ് കാല് പിടിച്ച് പറഞ്ഞിട്ടുണ്ട് ആരോടും പറയരുതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നാലും മനുവേട്ടന് എന്തിൻ്റെ കേടാ, മനുവേട്ടനും അവളും തമ്മിൽ എന്താ ഇത്രയ്ക്ക് മനുവേട്ടൻ ദേഷ്യം വരാമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഹരിയും പറയുന്നുണ്ട് മനുവേട്ടന് അവളോട് എന്തോ ഉണ്ട്, അല്ലെങ്കിൽ മനുവേട്ടന് ഇത്ര ദേഷ്യം വരേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പം മനുവേട്ടൻ അച്ഛനോട് പറയുമോ? അപ്പോൾ ഹരി പറയുന്നുണ്ട് പറയരുതെന്നൊക്കെ ഞാൻ കാല് പിടിച്ച് പറഞ്ഞിട്ടുണ്ട്, പറയില്ല എന്ന് തോന്നുന്നു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. രോഹിത്ത് പറയുന്നുണ്ട് ഉള്ള സമാധാനം പോയി കിട്ടിയല്ലോ, ഒരു തരത്തിൽ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചതാണ്, ഈ പെണ്ണ് കാരണം ഞാനിപ്പോൾ വീട്ടിലും കയറാൻ പറ്റാത്ത അവസ്ഥയാവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ടെൻഷൻ അടിച്ച് നിൽക്കുന്ന ഹരിനെയും രോഹിത്തിനെയും കാണിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്ന നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു വരുന്ന അലീനേനെയും ബാലേന്ദ്രനെയാണ് കേട്ടോ. കാറിലാണ് വരുന്നത്. വീട്ടിലെത്താറാകുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ, അങ്ങനെ വീട്ടിലെത്തി ഇനി മാഡത്തിൻ്റെ കീഴിലാണ് എന്ന് പറയാൻ കേട്ടോ. പേടിയുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അലീനയോട്. അപ്പം അലീന പറയുന്നുണ്ട് പേടി എന്തിന്, ഇനി പോവാൻ പറഞ്ഞാൽ പോവാൻ ഞാൻ റെഡി ആയിട്ടാണ് വന്നിരിക്കുന്നതെന്ന് പറയാൻ കേട്ടോ. ഡോക്ടർ റെസ്റ്റാണ് പറഞ്ഞിട്ടുള്ളതെന്ന് പറയാനുണ്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ട് ഡോക്ടർ പറഞ്ഞാലൊന്നും മാഡത്തിന് അത് കാര്യമായിട്ട് എടുക്കേണ്ട മാഡം അത് കാര്യമായിട്ട് എടുക്കില്ല, സാറിനെ പറയണമെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് ഇറങ്ങുന്നുണ്ട്. വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. എന്നിട്ട് ബാഗ് എടുക്കാൻ പോകുന്ന അലീനയെടുത്ത് ബാലേന്ദ്രൻ പറയുന്നുണ്ട് വെയിറ്റ് ഒന്നും എടുക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞതല്ലേ, മാറി ഞാൻ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ അലീനയുടെ ബാഗൊക്കെ എടുത്തിട്ട് വരുന്നുണ്ട് കേട്ടോ. അതൊക്കെ കാണുമ്പോൾ അലീനയ്ക്ക് നല്ല സന്തോഷം തോന്നുന്നുണ്ട്. അങ്ങനെ കോളിംഗ് ബെൽ അടിക്കുന്നുണ്ട് കേട്ടോ. കോളിംഗ് ബെൽ അടിക്കുമ്പോൾ പിന്നെ നമ്മുടെ കൃഷ്ണയും ബബിതയൊക്കെ അവിടെ നിന്ന് പഠിക്കുന്നുണ്ട് കേട്ടോ. ബബിത വൈജയന്തിനെ വിളിക്കുന്നുണ്ട്, അമ്മയെന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട്. ഞാൻ കോളിംഗ് ബെൽ അടിക്കുന്നുണ്ട് പറയുമ്പോൾ വൈജ പറയുന്നില്ല അതിപ്പോൾ നീ പറയേണ്ട ആവശ്യമില്ല, എനിക്ക് കേൾക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പോയി വാതിൽ തുറക്കുമ്പോൾ ബാലേന്ദ്രനെ കാണുന്നുണ്ട് കേട്ടോ. കാണുമ്പോൾ തന്നെ താഴത്തേക്ക് നോക്കുമ്പോൾ ബാലേന്ദ്രൻ്റെ കയ്യിലൊരു ബാഗ് കാണുമ്പോൾ വൈജയന്തി ഇങ്ങനെ സംശയിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം ബാക്കിലൂടെ അലീന വരുന്നുണ്ട് കേട്ടോ. അത് കണ്ടതും വൈജയന്തിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ബാലേന്ദ്രനെ ഇവളും കൂടി കാറിലാണോ വന്നതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ വൈജയന്തി. അതെ അതിനെന്താ പ്രശ്നം എന്ന് ബാലേന്ദ്രൻ തിരിച്ചു ചോദിക്കുമ്പോൾ ഇവളെ വല്ല ഓട്ടോയിലും കയറ്റി വിട്ടാൽ പോരാന്നില്ലേ, കാറിലും ഒരുമിച്ച് വന്നിരിക്കാന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് പോകുന്നുണ്ട് കേട്ടോ. എന്നെക്കൊണ്ടൊന്നും പറയിക്കരുതെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് പോകുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ട് പോയിക്കോ, വെറുതെ മനസ്സിൽ വെച്ച് വീർപ്പുമുട്ടുണ്ടാന്ന് പറഞ്ഞിട്ട് തിരിച്ചും പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ വൈജയന്തി ഒന്നും ഉണ്ടാകാൻ പോകുന്നുണ്ട് കേട്ടോ.
എന്നിട്ട് ഉള്ളിലേക്ക് കയറി അലീനയെ കണ്ടിട്ട് വേഗം കൃഷ്ണ ഓടി വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ബാഗൊക്കെ ബാലേന്ദ്രൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നുണ്ട്. ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഇത് അമ്മയുടെ മുറിയിൽ കൊണ്ടുപോയിക്ക് എന്ന് പറയുന്നുണ്ട്. അലീനയുടെ ബാഗാന്ന് പറയുന്നുണ്ട്. അപ്പോൾ കൃഷ്ണ ബാഗൊക്കെ മേടിക്കുന്നുണ്ട്. എന്നിട്ട് അലീനോട് ബാലേന്ദ്രൻ റൂമിലേക്ക് പോകാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ അലീനോട് കൃഷ്ണ പറയുന്നുണ്ട് കേട്ടോ, നീ എന്ത് കണ്ടിട്ടാണ് യജമാനൻ്റെ വണ്ടിയിൽ വന്നത്? നിനക്കെങ്കിലും തോന്നണ്ടേ അത് യജമാനൻ്റെ വണ്ടിയിൽ വരാൻ പാടില്ല എന്നുള്ളത് എന്ന് പറയുമ്പോൾ അലീനയ്ക്ക് ഡൗട്ടാവട്ടെ, കൃഷ്ണ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന്. അപ്പോൾ ബാലേന്ദ്രനും തിരിഞ്ഞു നോക്കുന്നുണ്ട് കേട്ടോ. ഇവളെന്താ ഇങ്ങനെ പറയുന്നത്, ഇങ്ങനെ പെരുമാറുന്നത് എന്നുള്ള രീതിയിൽ ബാലേന്ദ്രൻ തിരിഞ്ഞു നോക്കുമ്പോൾ കൃഷ്ണ പറയുന്നുണ്ട് കേട്ടോ, അമ്മ പറയാനിരുന്ന ഡയലോഗാണ്, ബാക്കി ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ എന്ന് പറയുന്നു കേട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ട്, എനിക്കൊരു നാണക്കേടും തോന്നിയില്ല, എനിക്ക് മറിച്ച് അഭിമാനമാണ് തോന്നിയതെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇത് രണ്ടും കേട്ട ബാലേന്ദ്രന് ഇങ്ങനെ ഒരു ബാലേന്ദ്രൻ്റെ മുഖത്ത്, കാരണം ബാലേന്ദ്രൻ സത്യങ്ങളൊക്കെ അറിഞ്ഞതിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ട് ബാലേന്ദ്രന് കേട്ടോ. അലീനയോട് എങ്ങനെ പെരുമാറണം, പക്ഷെ ഒരു ദേഷ്യത്തിലൊന്നും അലീനയോട് പെരുമാറുന്നില്ല കേട്ടോ. എന്നിട്ട് ചിരിച്ചിട്ട് ബാലേന്ദ്രൻ അകത്തേക്ക് പോകുന്നുണ്ട്. പിന്നെ ആണെങ്കിൽ നമ്മുടെ മുത്തശ്ശിയുടെ റൂമിലേക്ക് ഈ ബാഗ് കൊണ്ടുവയ്ക്കുന്ന കൃഷ്ണമോളനെയാണ് കേട്ടോ. കൃഷ്ണൻ കൊണ്ടുവയ്ക്കുന്നത് കാണുമ്പോൾ തന്നെ മുത്തശ്ശി എണീക്കുന്നുണ്ട്. എണീച്ചിരുന്നിട്ട് ഇങ്ങനെ ആരാ വരുന്നതെന്ന് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് വാതിൽ തുറന്നിട്ട് അലീന വരുന്നത് കാണുമ്പോൾ മുത്തശ്ശി നല്ല സന്തോഷമാവുന്നുണ്ട് കേട്ടോ. അലീനയ്ക്കും മുത്തശ്ശിനെ കാണുമ്പോൾ നല്ല സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ അലീന വേഗം വന്ന് മുത്തശ്ശിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ മോളെ നീ വന്നല്ലോ, നിനക്ക് സുഖമായല്ലോ എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി കെട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഒക്കെ സുഖമായി മുത്തശ്ശി, അതുകൊണ്ടല്ലേ എന്നെ അവിടെ നാട്ടി വിട്ടതാണെന്ന് പറഞ്ഞിട്ട് തമാശയ്ക്ക് പറയുന്നുണ്ട് കേട്ടോ. മുത്തശ്ശി പറയുന്നുണ്ട്, എന്നാലും എൻ്റെ മോളെ നിനക്കിങ്ങനെ പറ്റിയല്ലോ, ഞാൻ എപ്പോഴും ഇവരോട് ചോദിക്കും നിന്നെ അവിടെ നോക്കാൻ ആരെങ്കിലും ഉണ്ടോ, നിനക്ക് അവിടെ സുഖമാണോ എന്നൊക്കെ അന്വേഷിക്കാറുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാലേന്ദ്രനും ഇവളും പറയും, ഒരു കുഴപ്പമില്ല മുത്തശ്ശി, ഒക്കെ സുഖമാവെന്ന് പറയലുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം അലീന പറയുന്നുണ്ട്, എനിക്ക് അവിടെ ഒരു കുറവുണ്ടായിരുന്നില്ല മുത്തശ്ശി, 2 ദിവസം മനുവേട്ടനുണ്ടായിരുന്നു, 2 ദിവസം കൃഷ്ണമോളുണ്ടായിരുന്നു, ബാലേന്ദ്രൻ സാർ ഉണ്ടായിരുന്നു, പിന്നെ ഒരു ദിവസം രേവതിക്കുട്ടി വന്നു, എനിക്ക് അവിടെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ മുത്തശ്ശി ചോദിക്കുക, രേവതി വന്നോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ട്, സ്നേഹമുള്ള എല്ലാവരും വന്നു, മുത്തശ്ശിക്ക് വയ്ക്കെങ്കിൽ മുത്തശ്ശി വരികയായിരുന്നല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ഞാൻ മനസ്സുകൊണ്ട് അവിടെ തന്നെ ആയിരുന്നു, ഞാൻ കടപ്പോട്ടൂർ അമ്പലത്തിൽ നേർച്ച വരെ നേർന്നിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അല്ല, വഴിപാട് നേർന്നിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ പറയുന്നുണ്ട്, നീ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഒരു സുഖം ഉണ്ടായിരുന്നില്ല, ഒരു ഒഴിവായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കൃഷ്ണമോളും പറയുന്നുണ്ട്, ചേച്ചി ഉണ്ടായിരുന്നതും ചേച്ചി ഇല്ലാത്തതും നല്ല വ്യത്യാസമായിരുന്നു, വീടൊക്കെ ആകെ അലങ്കോലമായി കിടക്കായിരുന്നു എന്ന് കൃഷ്ണമോൾ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ, അതെ വൈജിക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും, നീ ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട്, അവൾക്ക് ഓഫീസിൽ പോകാനും ഭക്ഷണം വെച്ച് കൊടുക്കാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ട്, അതൊന്നും അമ്മയ്ക്ക് തോന്നില്ല, ആ ചേച്ചി വന്നതിന് ഉടനെ അടുത്ത പണി എന്ത് കൊടുക്കാമെന്ന് ആലോചിച്ചിരിക്കുകയായിരിക്കും അമ്മ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം മുത്തശ്ശി പറയുന്നത്, അവൾ പറയുന്ന എല്ലാ പണികളൊന്നും നീ ചെയ്യേണ്ട കേട്ടോ, നിൻ്റെ ആരോഗ്യം നീ ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. മുത്തശ്ശി അപ്പോൾ കൃഷ്ണ പറയുന്നുണ്ട്, എന്നാൽ നിങ്ങൾ സംസാരിച്ചിരിക്കും, ഞാൻ പോട്ടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കൃഷ്ണ പോകുന്നുണ്ട്. അലീനൊരു ചെയറിട്ടിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. മുത്തശ്ശി പറയും, നീ വിശേഷങ്ങളൊക്കെ പറയും, ഇത്ര ദിവസം എനിക്ക് സംസാരിക്കാനൊന്നും ആരും ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശിയോട് സംസാരിച്ചിരിക്കുന്ന അലീനയെ കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറേ കഴിയുമ്പോൾ അലീന കൃഷ്ണയുടെ കൂടെ വർത്തമാനം പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരിക്കും കേട്ടോ. അപ്പോൾ വൈജയന്തി ഉറക്കെ വിളിക്കുന്നുണ്ട്, അലീന എന്ന് അടുക്കളയ്ക്ക് വിളിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അടുക്കളയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് വൈജയന്തി ചോദിക്കുന്നുണ്ട്, നീ എവിടെയാണ്? ഞാൻ കൃഷ്ണയെടുത്ത് ഇരിക്കുകയായിരുന്നു എന്ന് അലീന മറുപടി പറയുന്നുണ്ട്. കൃഷ്ണയെടുത്തോ, നീ എന്താ അടുക്കളയിലേക്ക് വരാതെന്ന് പറയുമ്പോൾ, അല്ല എനിക്ക് 2 ആഴ്ച റെസ്റ്റാണ് ഡോക്ടർ പറഞ്ഞതെന്ന് പറയാൻ കേട്ടോ. ഡോക്ടർ അങ്ങനെ പലതും പറയും, ഇത്ര ദിവസം അവിടെ സൂക്ഷിച്ച് കടന്നില്ലേ, അത് മതി, ഇനി ഇവിടെ നിന്ന് റെസ്റ്റ് എടുക്കാൻ പറ്റില്ല എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ വന്ന് പറയുന്നുണ്ട്, എന്താ നീ പറയുന്നത്, പറ്റില്ല, അവൾക്ക് 2 ആഴ്ച പൂർണ്ണ വിശ്രമമാണ് ഡോക്ടർ പറഞ്ഞതെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, ഡോക്ടർ അങ്ങനെ പലതും പറയും, പിന്നെ ഡോക്ടർ വന്ന് ഇവിടുത്തെ പണികൾ ചെയ്യുമെന്ന് ചോദിക്കാൻ കേട്ടോ. ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നീ ഇങ്ങനെ മനസ്സാക്ഷി ഇല്ലാതെ പെരുമാറരുത്, നിന്റെ മക്കളോടാണ് നീ ഇങ്ങനെ പെരുമാറുമെന്ന് പറയുമ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യുമെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ട്, എന്നെയും മാഡത്തിൻ്റെ മകളായിട്ട് കണ്ടാൽ മതി, ഒരു 2 ആഴ്ചത്തേക്കെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട് കേട്ടോ, എൻ്റെ മകളായിട്ട് ഒരു വേലക്കാരിയായിട്ടുള്ള നിന്നെ കാണാനോ, എൻ്റെ പട്ടിയുടെ മകളായിട്ട് പോലും ഞാൻ നിന്നെ കാണില്ല എന്ന് പറയുന്നു കേട്ടോ. ബാലേന്ദ്രൻ പറയുന്നുണ്ട്, വൈജയന്തി നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ബാലേന്ദ്രൻ എന്തിനാ ഇവളെ തല കയറ്റി നടക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, മേഡം ഇങ്ങനെയൊക്കെ പറയുമെങ്കിൽ മാത്രം ഞാൻ മേഡത്തിനോട് എന്താ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ വൈജയന്തിക്ക് ഒന്നും പറയാൻ മറുപടി ഇല്ല കേട്ടോ. ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നീ അവൾ പറഞ്ഞതിന് മറുപടി കൊടുക്കുക, ഇങ്ങനെയൊക്കെ
ചെളി ചവിട്ടിയിരുന്ന പോലെ അവളോട് പറയാൻ നിനക്ക് എന്താ ഇതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇത് ഇങ്ങനെയൊക്കെ അവളോട് പെരുമാറാൻ മാത്രം അവൾ നിന്നെ എന്താ ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട്. അതിന് നീ മറുപടി പറയുമെന്ന് പറയുമ്പോൾ വൈചന്തിക്ക് ഒരു മറുപടി ഇല്ല കേട്ടോ. അപ്പോൾ വൈചന്തി പറയുന്നുണ്ട്, എല്ലാവരും ഇവളെ തലയിൽ കയറ്റി നിർത്തിക്കോ, നാലുപുറം ഇവളെ സപ്പോർട്ട് ചെയ്യാനല്ലേ ആൾക്കാരുള്ളത്, അവൾ എന്ത് ചെയ്താലും അവളെ സപ്പോർട്ട് ചെയ്യാൻ. ഒരു വേലക്കാരിക്ക് ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ ഞാൻ ആദ്യമായിട്ടാണ് കാണാം. എന്ത് പറഞ്ഞാലും എല്ലാവരും എൻ്റെ മേക്കിട്ട് കയറാൻ നിൽക്കാനൊക്കെ ദേഷ്യപ്പെട്ടിട്ട് വൈജയന്തി റൂമിൽ പോയി വാതിലടയ്ക്കുന്നുണ്ട് കേട്ടോ. ബാലേന്ദ്രൻ പറയുന്നുണ്ട് അവൾ അങ്ങനെയൊക്കെ പലതും പറയും, അങ്ങനെ റെസ്റ്റ് എടുത്തോ എന്നൊക്കെ ബാലേന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ബാലേന്ദ്രൻ പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ അലീന മുറ്റത്തേക്കൊക്കെ ഇറങ്ങി ഒന്ന് ആകെ മുറ്റം കലങ്കോലമായി കിടക്കുമായിരിക്കും. പത്രം കുറേ ദിവസത്തെ വന്ന പത്രമൊക്കെ അതേപോലെ കിടക്കുമായിരിക്കും കേട്ടോ. അതൊക്കെ ഒന്ന് ഒതുക്കി വയ്ക്കുന്നുണ്ട്. എന്നിട്ട് ഗേറ്റിൻ്റെ അവിടേക്ക് നോക്കുമ്പോഴേക്കും റിങ്കു ഓടി വരും കേട്ടോ. എന്നിട്ട് റിങ്കുവിനെ കൊഞ്ചിക്കുന്നത് കാണിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്ന എല്ലാവരും പോയി കഴിഞ്ഞിട്ട് അലീന മുകളിൽ നിന്ന് കുറച്ച് ഡ്രസ്സൊക്കെ എടുത്ത് വരുന്നത് കാണിക്കുന്നുണ്ട്. അപ്പോൾ രോഹിത് താഴെ നിന്ന് കയറി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദേഷ്യത്തിലാണ് കേട്ടോ അലീന രോഹിത്തിനോട് പെരുമാറുക. എന്നിട്ട് രോഹിത്തിനോട് ചോദിക്കുന്നുണ്ട് എൻ്റെ മൊബൈൽ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. എനിക്കൊരു മൊബൈൽ ഉണ്ടായിരുന്നു, അത് എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രോഹിത് പറയുന്നത് നീ എന്നോടൊന്നും സംസാരിക്കാൻ വരണം, എനിക്ക് നിന്നെ കാണുന്ന ദേഷ്യമെന്ന് പറയും കേട്ടോ. ഒരു പ്രാവശ്യം നീ രക്ഷപ്പെട്ടു വെച്ചിട്ട് എപ്പോഴും നീ രക്ഷപ്പെടണമെന്നില്ല എന്ന് പറയുന്നു കേട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ട് അത് തന്നെ എനിക്ക് നിന്നോടും പറയാനുള്ളത്, ഒരു വട്ടം നീ രക്ഷപ്പെട്ടു, ഇനി അങ്ങനെ ഉണ്ടാവുമെന്ന് നീ വിചാരിക്കണ്ട എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ രോഹിത് പറയുന്നുണ്ട് നീ എന്താണ് എന്നെ പേടിപ്പിക്കുക, പേടിപ്പിക്കുക തന്നെയാണ്, നീ പേടിക്കണം എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ രോഹിത് പറയുന്നുണ്ട് മാറി നിൽക്കടി പുള്ളി പറഞ്ഞിട്ട് അവളെ ഉന്തിയിട്ടിട്ട് രോഹിത് കയറി പോകാൻ കേട്ടോ. എന്നിട്ട് അലീന വന്നിട്ട് മുത്തശ്ശിയുടെ ഫോണിൽ നിന്ന് രേവതിക്കുട്ടീനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട് ചേച്ചി രോഹിത്തിന് എന്തായാലും കുറ്റബോധമൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ബാലേന്ദ്രൻ സാറിനോട് പറഞ്ഞുകൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും ഉണ്ടായതൊക്കെ പറയണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ട് എന്നാലും അത് സാറിന് നല്ല ദേഷ്യമാവും അവനോട്, പിന്നെ സാർ എന്താ ചെയ്യാന്ന് പറയാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ അലീന രേവതിക്കുട്ടി പറയുന്നുണ്ട് കിട്ടട്ടെ 2 ചെയ്തതിനല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീന എന്തായാലും ഞാൻ ആലോചിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അലീന ഫോൺ കട്ടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അലീന അത് ആലോചിച്ച് നിൽക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. പിന്നത്തെ നാളത്തെ എപ്പിസോഡിൽ മാന്യൊക്കെ വരുന്നത് കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമാക്കിയാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്